പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഡ്രസ്സിങ്ങിലാണേ. അതിപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സൊക്കെ നമ്മുടെ സ്പോൺസർ തന്നെയാണ് വാങ്ങിത്തരുന്നത്. ഇനിയിപ്പോൾ അവർ വാങ്ങിത്തരുന്ന ഡ്രസ്സാണെങ്കിൽ എപ്പോഴും 3/4 സ്ലീവ്സോ അല്ലെങ്കിൽ ഫുൾ സ്ലീവോ ആയിട്ടുള്ള ഡ്രസ്സുകളായിരിക്കും. പിന്നെ അവരുടെ വീട്ടിൽ എപ്പോഴും നമ്മൾ ഡ്രസ്സ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഒത്തിരി ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളൊന്നും യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുറച്ച് ലൂസായിട്ടുള്ള ഇതുപോലെ സ്ലീവൊക്കെ 3/4 ഉള്ള സ്ലീവ്സ് ഉള്ള ഡ്രസ്സുകൾ യൂസ് ചെയ്യുക. പിന്നെ മിക്ക വീടുകളിലും തല കവർ ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആണുങ്ങളുടെ മുന്നിൽ പോണ സമയത്ത് അവർ തലയെല്ലാം കവർ ചെയ്തിട്ടാണ് പോണത്. അപ്പം നമ്മളും അതുപോലെ തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ആണെങ്കിൽ എൻ്റെ മാമയും മാമയുടെ മകളും ഞാനും മെയ്ഡും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തല കവർ ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇവിടെ മാമയുടെ മക്കൾ ആണുങ്ങളാരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ സ്ലീവ്സ് മാത്രമായിട്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹാഫ് സ്ലീവാണ് യൂസ് ചെയ്തിരിക്കണമെങ്കിൽ ഞാൻ അതിൻ്റെ മേളിൽ കൂടെ ആ സ്ലീവ്സ് മാത്രം ഇടുകയും തല കവർ ചെയ്യുകയൊക്കെ ചെയ്യും. എന്നിട്ടാണ് നമ്മൾ അവരുടെ മുമ്പിൽ പോകുള്ളൂ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പം നമ്മൾ ഡ്രസ്സിങ്ങിൽ എപ്പോഴും നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഒത്തിരി ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടുന്നതൊന്നും ചിലപ്പോൾ അവർക്ക് ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. അപ്പം നമ്മുടെ റൂമിലാണെങ്കിലും ഓക്കെ, പേഷ്യൻ്റ് കെയറിൽ ഇരിക്കുന്ന സമയത്തും നമ്മൾ ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന സമയത്ത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ നമ്മുടെ റൂമിൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല.